ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. പാർട്ടി സ്പെഷ്യലൊക്കെ ആയിട്ട് നല്ല വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ക്യാരറ്റ് ഹൽവയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഏകദേശം 1 കിലോ ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായി കേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ട നട്ട്സ് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങളെ കയ്യിലുള്ളതിനനുസരിച്ച് കുറച്ച് നട്ട്സ് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ച് കാഷ്യൂ ആണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചെറുതായിട്ട് കളർ മാറുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് റൈസിൻസും കൂടെ ചേർത്ത് കൊടുക്കാം. റൈസിൻസ് കൂടെ ചേർത്ത് അതൊന്ന് വെറുത്ത് വരുന്ന സമയത്ത് നമുക്ക് വേഗം തന്നെ നെയ്യിൽ നിന്ന് മാറ്റാം. കാരണം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇനി പാനിൽ നിന്ന് നെയ്യെല്ലാം മാറ്റിയിട്ട് നമുക്കിതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ലിറ്റർ പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1 കിലോ ക്യാരറ്റിന് 1 ലിറ്റർ പാൽ എന്ന കണക്കിലാണ് ചേർക്കേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങളിതിനെ നേർ പകുതിയായിട്ടാണ് ക്യാരറ്റ് എടുക്കുന്നതെങ്കിൽ 1/2 ലിറ്റർ പാൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി വെക്കാം. എന്നിട്ട് തുറന്ന് വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട്. നമ്മൾ പാലൊക്കെ ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്തുകൊണ്ടാണ് ഈ തുറന്ന് വെച്ച് വേവിക്കുന്നത് വെച്ചാൽ ഈ ക്യാരറ്റിൻ്റെ പച്ച ചുവയൊക്കെ അങ്ങ് പോവാൻ വേണ്ടിയാണ് ഈ സമയത്തെല്ലാം നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുന്നത്. ഇതുപോലെ പാലൊക്കെ വറ്റി വരുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് വേണ്ട ഷുഗർ ചേർത്തിട്ടില്ല കേട്ടോ. ഇതൊന്ന് ഡ്രൈ ആയിട്ട് വേണം നമ്മളിതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാനായിട്ട്. അതുവരേക്കും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം നമ്മളിതൊന്ന് വറ്റിച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മൾ ഒഴിച്ച പാലൊക്കെ വറ്റി ഏകദേശം ഒരു ഡ്രൈ ആയി വരുന്നുണ്ടല്ലോ. ഈ സ്റ്റേജിൽ നമുക്കിതിലേക്ക് വേണ്ട ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഹലുവ ആകുമ്പോൾ നിങ്ങൾക്കറിയാലോ അത്യാവശ്യം മധുരം ഉണ്ടാവും. ഇനി നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതലോ കുറവോ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റായി ഒന്നും കൂടെ അങ്ങ് ലൂസായിട്ടുണ്ട്. കുഴപ്പമില്ല. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളെ ക്യാരറ്റൊക്കെ ഏകദേശം വെന്തതാണല്ലോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇങ്ങനെ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് വറ്റിച്ചെടുക്കുമ്പോൾ കൈ വെക്കാതെ ഇളക്കി കൊടുക്കണേ. ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. പല രീതിയിലും നമുക്ക് ഈ ക്യാരറ്റ് ഹലുവ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നെയ്യിൽ വഴറ്റിയിട്ടുള്ള രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണെങ്കിലും പല കൺട്രീസിലും പല പേരിലും ഈ ഒരു ഡെസേർട്ട് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. പഞ്ചസാര ചേർത്ത ശേഷം ഇതുപോലെ നന്നായി തിളച്ച് ഒന്ന് വറ്റി വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 കിലോ ക്യാരറ്റിലേക്ക് നമ്മൾ 1/2 കപ്പ് മെൽറ്റ് ചെയ്തിട്ടുള്ള നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുറച്ചായിട്ട് നമ്മൾ അവസാനം വരെ ആക്കിയിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഹലുവ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ അത്ര പെട്ടെന്നൊന്നും ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റില്ല. ഏകദേശം 1 മണിക്കൂറോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് റെഡിയായി കിട്ടാനായിട്ട്. ഇടയ്ക്ക് ഇതുപോലെ നെയ്യ് ഒഴിച്ച് കൊടുക്കാൻ മറക്കരുതേ. നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കും തോറും വീണ്ടും ലൂസായിക്കൊണ്ടിരിക്കും. എന്നാലും നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഏകദേശം ഇതുപോലെ ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നട്ട്സ് ഉണ്ടല്ലോ അത് ചേർത്തൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നട്ട്സ് കുറച്ച് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇടയ്ക്ക് കടിക്കുന്ന സമയത്ത് നല്ല രസമാണ് കടിക്കാനായിട്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് അല്ലേ ക്യാരറ്റ് ഹൽവ. നട്ട്സ് ഇട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ നമ്മൾ പാത്രത്തിൽ നിന്നെല്ലാം വിട്ട് വരുന്ന സ്റ്റേജ് ഉണ്ടല്ലോ, ഈ ഒരു സ്റ്റേജിൽ വേണം നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കുകയാണെങ്കിൽ ഇത് ചൂടാറി കഴിയുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് കേട്ടോ കിട്ടുക. ഇതൊന്ന് കോരി കഴിക്കുന്ന രീതിയിലാണ് ഉണ്ടാവുക, അങ്ങനെ കഴിക്കാനാണ് ടേസ്റ്റ് ഉള്ളത്. ഇനി ഇത് ഒരു നെയ്യ് തടവിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ചൂടോടെ തന്നെയാണ് മാറ്റി കൊടുക്കുക, എന്നാൽ സെറ്റ് ആവുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് വലിയ പാത്രത്തിലല്ല ചെറുതിലാണെങ്കിൽ അങ്ങനെയും സെർവ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒന്ന് ലെവൽ ചെയ്ത ശേഷം നമ്മളിതിലേക്ക് കുറച്ച് നട്ട്സ് ബദാമും പിസ്തയും കൂടെ കട്ട് ചെയ്തത് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിനെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് പതിയെ ഒന്ന് അമർത്തി കൊടുക്കാം. കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണിത്. ഇതിൻ്റെ സ്ട്രെച്ചർ പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ കോരി കഴിക്കുന്ന ഒരു ഇതിലാണ്, അല്ലാതെ കട്ട് ചെയ്ത് കഴിക്കുന്ന ഒരു രീതിയിലല്ല ഉണ്ടാവുക. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്